Learnerzy Online Education. ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ഹർഷിത. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് നമ്പർ 25 കൺസെപ്റ്റ്സ് ഓഫ് ഡിഫറൻസ് ആൻഡ് ഇനിക്വാലിറ്റി എന്നാണ് പറയുന്നത്. ഭിന്നതകളുടെയും അസമത്വത്തിൻ്റെയും ആശയങ്ങൾ എന്നാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പേരിൻ്റെ മീനിങ്, ഭാഷാർത്ഥം എന്ന് പറയുന്നത്. ഡിഫറൻസ് അതായത് എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. ഒരു രാജ്യത്തല്ല, ഏതൊരു രാജ്യത്തിലായാലും എല്ലാവരും വ്യത്യസ്തരായിട്ടാണ്. ജെൻഡർപരമായിട്ട്, വംശപരമായിട്ട്, മതപരമായിട്ട്, കൾച്ചർപരമായിട്ട്, പാരമ്പര്യപരമായിട്ട് എല്ലാവരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയിൽ തന്നെ ഒരുപാട് ഇനിക്വാളിറ്റി, അസമത്വങ്ങളും ഓരോരുത്തരും രാജ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഓരോ നാട്ടിലും ഓരോ രാഷ്ട്രത്തിലും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഫസ്റ്റ് വൺ, 25.1 ഇൻട്രൊഡക്ഷൻ. ഇനിക്വാലിറ്റി ഈസ് എ കീ ഐഡിയ ഇൻ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി. ഇറ്റ് ഈസ് എ മേജർ പാർട്ട് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എന്തെന്ന് പറയുന്നത് ഇനിക്വാലിറ്റി, അസമത്വം എന്ന് പറയുന്നത്. സാമൂഹിക വർഗീകരണത്തിൻ്റെ ഒരു പ്രധാനമാണ്. സാമൂഹികമായിട്ടുള്ള വർഗീകരണത്തിൻ്റെ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനിക്വാളിറ്റി മീൻസ് an imbalance in quantity, size, value or status. It often results in differences in ability or resources to face challenges in society. Inequality appears in caste, class, gender and power. In simple society, status depends on age, sex and personal traits. അസമത്വം എന്നാൽ അളവ്, വലിപ്പം, മൂല്യം അല്ലെങ്കിൽ നില എന്നിവയെ അസന്തുലിതാവസ്ഥയാണ്. ഈ കാര്യങ്ങളിലൊക്കെയുള്ളൊരു അസന്തുലിതാവസ്ഥ, ഇതിനോടൊക്കെയുള്ളൊരു അസമത്വമാണ് എന്തെന്ന് പറയുന്നത് ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അളവിലുള്ള വ്യത്യാസം. ഇനി ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളുടെ അളവിലെ വ്യത്യാസം, വലിപ്പത്തിലുള്ള വ്യത്യാസം, ചിലർക്ക് നമ്മുടെ മൂല്യത്തിലുള്ള വ്യത്യാസം. ഓരോ നാട്ടിലെ ജനതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ, നമ്മൾ ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മൂല്യമായിക്കോട്ടെ, നമ്മുടെ മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മളെ കാഴ്ചപ്പാടായിക്കോട്ടെ, അതിലൊക്കെയുള്ള അസമത്വങ്ങളാണ്, അസന്തുലിത അവസ്ഥയാണ് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും വെല്ലുവിളികളെ നേരിടാനോ കഴിവിലോ വിഭവങ്ങളോ വ്യത്യാസം വരുത്തുന്നുണ്ട്. സമൂഹത്തിൽ ജാതി, വർഗം, ലിംഗഭേദം, അധികാരം എന്നിവയിൽ അസമത്വം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ലളിതമായ സമൂഹങ്ങളിൽ പദവി, പ്രായം, ലിംഗഭേദം, വ്യക്തിഗത സവിശേഷതകൾ എന്നിവയെ ആശ്രയിക്കും. ലളിതമായ സമൂഹങ്ങൾ പദവിയും പ്രായവും ലിംഗഭേദം എന്നിവ വ്യക്തിഗത സവിശേഷതകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിൽ, കുറച്ചൊരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സമൂഹത്തിൽ ജാതി, വർഗം, ലിംഗഭേദം എന്നീ അടിസ്ഥാനത്തിലാണ് അസമത്വം നിലനിൽക്കുന്നത്. ഒരു ചെറിയ ഗ്രൂപ്പാണെങ്കിൽ, ഒരു ഗ്രാമീണ മേഖലകളിലൊക്കെ ആണെങ്കിൽ പദവി, ചിലർക്ക് മാത്രം പദവി, പിന്നെ പ്രായം അതൊരു പ്രശ്നമായിരിക്കും. തലയിൽ മുതിർന്നവർക്കായിരിക്കും കൂടുതൽ പദവി ഉണ്ടാകുക. അതുപോലെ ലിംഗഭേദം, ആൺ പെൺ വ്യത്യാസം, വ്യക്തിഗത സവിശേഷതകൾ എന്നിവയൊക്കെ ഈ ഒരു അസമത്വം, ഇനിക്വാളിറ്റി ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ വിഭാഗങ്ങളിലും ഇനിക്വാളിറ്റി ഉണ്ടെന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. This unit will study the ideas of difference and inequality. We will see how differences between people turn into inequalities. Then we will look at two types of inequality, natural and social. Finally, we will discuss major theories that explain social inequality. ഒരു യൂണിറ്റ് വ്യത്യാസത്തിൻ്റെയും അസമത്വത്തിൻ്റെയും ആശയങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആളുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അസമത്വങ്ങളായി മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 2 തരം അസമത്വങ്ങൾ നോക്കും: സ്വാഭാവികവും സാമൂഹികവും, നാച്ചുറലും സോഷ്യലുമായിട്ടുള്ള ഇനിക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അവസാനമായിട്ട് സാമൂഹിക അസമത്വത്തെ വിശദീകരിക്കുന്ന പ്രധാന സിദ്ധാന്തങ്ങളെ കൂടി ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഹെഡിങ്ങിലോട്ട് നമുക്ക് പോകാം. 25.2 ഡിഫറൻസ് ആൻഡ് ഇനിക്വാലിറ്റി. കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡ് ഡിഫറൻസ് ആൻഡ് ഇനിക്വാലിറ്റി. വ്യത്യസ്തതയും ഇനിക്വാളിറ്റിയും, അതായത് ഭിന്നതയും അസമത്വവും. കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ ആശയങ്ങളാണ് ഇനി പറയുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇനിക്വാലിറ്റി. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇനിക്വാലിറ്റി, സാമൂഹിക വർഗീകരണവും inequality. People in society are divided into groups based on different factors. This division is called social stratification. Some groups are simply different, but the others are ranked as higher or lower.
ലോവർ ക്രിയേറ്റിംഗ് ഇനിക്വാളിറ്റി. സമൂഹത്തിൻ്റെ ആളുകളെ വ്യത്യസ്ത ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ വിഭജനത്തെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ചില ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണ്, എന്നാൽ മറ്റുള്ളവ ഉയർന്നതോ താഴ്ന്നതോ ആയിട്ട് റാങ്ക് ചെയ്യപ്പെടുകയും അസമത്വം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യോളജിസ്റ്റ് ബെറ്റൈലി എക്സ്പ്ലെയിൻസ് ടു കീ ആസ്പെക്ട് ഓഫ് ഇനിക്വാലിറ്റി. ദ ഫസ്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ, മീനിങ് ഹൗ തിങ്സ് ലൈക്ക് വെൽത്ത്, പവർ ആൻഡ് എഡ്യൂക്കേഷൻ ആർ spread among people. The second is relationship, meaning how people in different group interact with each other. സാമൂഹ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ബെറ്റയിൽ അസമത്വത്തിന് രണ്ട് പ്രധാന വശങ്ങൾ വിശദീകരിക്കുന്ന ആദ്യത്തെ വിതരണമാണ്. അതായത് സമ്പത്ത്, അധികാരം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ആളുകൾക്കിടയിൽ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്, എങ്ങനെയാണ് വ്യാപിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനം. രണ്ടാമത്തേത് ബന്ധങ്ങളാണ്. അതായത് വ്യത്യസ്ത ഗ്രൂപ്പുകളിലെ ആളുകൾ പരസ്പരം എങ്ങനെ ഇടപഴകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട അസമത്വത്തിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ഒരാൾക്ക് ചെയ്യുന്ന വിതരണത്തിൻ്റെ അളവിനെ കുറിച്ചാണ്, അതായത് സമ്പത്ത്, അധികാരങ്ങളുടെ വിതരണത്തെക്കുറിച്ച്. മറ്റൊന്നെന്താണ് ഓരോ ബന്ധങ്ങൾ, അതായത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം, അവരുടെ പെരുമാറുന്നതും ഇടപഴകുന്ന രീതിയും അനുസരിച്ചാണ് കൂടുതൽ അസമത്വം നിലനിൽക്കുന്നതെന്നാണ് ബെറ്റൈൻ പറയുന്നത്. എഫക്ട്സ് ഓഫ് ഇനിക്വാലിറ്റി. ഇനിക്വാലിറ്റിയുടെ എഫക്ട്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഡിഫറൻറ്റ് ഇൻ വെൽത്ത് ക്രിയേറ്റ് സെപ്പറേറ്റ് സോഷ്യൽ ഗ്രൂപ്പ്. സമ്പത്തിലെ വ്യത്യാസങ്ങൾ പ്രത്യേക സാമൂഹിക ഗ്രൂപ്പുകളെ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് പണക്കാര്, പാവപ്പെട്ടവൻ എന്നുള്ള ആ ഒരു രീതി സൃഷ്ടിക്കുന്നുണ്ട്. സോഷ്യൽ ബിക്കംസ് ലെസ് യൂണിറ്റഡ്, മേക്കിംഗ് അഗ്രിമെന്റ് ഓൺ ബിഗ് ഇഷ്യൂ ഹാർഡർ. സമൂഹത്തിലെ ഐക്യം കുറയുമ്പോൾ വലിയ വിഷയങ്ങളിൽ ഉടമ്പടി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ കഠിനമാണ്. വലിയ വിഷയങ്ങൾ, വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്താണ്, മൊത്തത്തിലായിരിക്കും പ്രശ്നം വരിക. ഒരു സമൂഹത്തിന് ഒട്ടാകെയാണ് ആ പ്രശ്നം വരിക. ആ ഒരു സമൂഹം വിഘടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം വലുതാകും എന്നാണ് പറയുന്നത്. അൺഈക്വൽ പേ ക്യാൻ ലീഡ് ടു ക്രൈം ആൻഡ് അതർ സോഷ്യൽ പ്രോബ്ലംസ്. അസമമായിട്ടുള്ള വേതനം കുറ്റകൃത്യങ്ങൾക്കും മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്ന, അസമമായിട്ടുള്ള വേതനം കൊടുക്കുന്നത് അസമമായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ വേതനം കുറച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലും ആ കുറഞ്ഞ ആൾക്കാരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജീവിതത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ കുറ്റകൃത്യത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത്. പുവർ ആൻഡ് റിച്ച് ഗ്രൂപ്പ്സ് മേ സ്ട്രഗിൾ ഓവർ റിസോഴ്സസ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ദരിദ്രനും സമ്പന്നരുമായിട്ടുള്ള ഗ്രൂപ്പുകൾ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ വിഭാഗങ്ങളുടെ പേരിൽ എന്ത് ചെയ്തേക്കാം, പോരാട്ടം ഉണ്ടായേക്കാം. ലോ ഇൻകം ആൻഡ് ലോ സ്റ്റാറ്റസ് ക്യാൻ ലീഡ് ടു ഹെൽത്ത് ഇഷ്യൂസ്, ക്രൈം ആൻഡ് ഷോർട്ടർ ലീവ്സ്. കുറഞ്ഞ വരുമാനവും താഴ്ന്ന നിലയും ആരോഗ്യ പ്രശ്നങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഹ്രസ്വമായ ആയുസ് എന്നിവയിലേക്കും എന്ത് ചെയ്യാം, നയിച്ചേക്കാം. റിച്ച് ഫാമിലീസ് ഗിവ് ദർ ചിൽഡ്രൻ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, മേക്കിംഗ് ഇക്വാലിറ്റി ഹാർഡർ. സമ്പന്ന കുടുംബങ്ങൾ അവരുടെ കുട്ടികൾക്ക് മികച്ച അവസരങ്ങൾ നൽകുന്നു. ഇത് തുല്യത എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ കഠിനമാണ്. സമ്പന്ന കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്ക് മികച്ച അവസരം നൽകുന്നു. പക്ഷെ എന്താണ്, പാവപ്പെട്ടവന് അത് ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഈ ഒരു തുല്യത എന്നതിനെ കഠിനമാക്കും. തുല്യത എന്നുള്ള ആ ആശയത്തിലോട്ട് എത്താൻ ഈ ഒരു കാര്യം കൂടുതൽ ഹാർഡാക്കും, ബുദ്ധിമുട്ടാക്കും എന്നാണ് പറയുന്നത്. ഓവർ ടൈം സോഷ്യൽ ഡിവിഷൻ ബിക്കേം സ്ട്രോങ്ങർ ആൻഡ് ഹാർഡർ ടു ചേഞ്ച്. കാലക്രമേണ സാമൂഹിക വിഭജനങ്ങൾ എന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നത് ശക്തമാകുകയും സോഷ്യൽ ഡിവിഷൻ ഓഫ് ലേബർ അല്ലെ ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്നത് ശക്തമാവുകയും മാറ്റാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Talented people may not get chances if wealth is passed down unfairly. സമ്പത്ത് അന്യായമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ കഴിവുള്ള ആളുകൾക്ക് പോലും എന്ത് ചെയ്യില്ല, അവസരം ലഭിച്ചേക്കില്ല. ഇപ്പോൾ കൈക്കൂലിയൊക്കെ കൊടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ടല്ലോ, അതാണ് പറയുന്നത്. സമ്പത്തുള്ള ആൾക്കാർക്ക് മാത്രം അവസരങ്ങൾ ലഭിച്ചാൽ ടാലൻ്റ് ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കഴിവുകൾക്കുള്ള ഒരു അവസരങ്ങൾ ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ലോ പേ ക്യാൻ മേക്ക് പീപ്പിൾ ലെസ് മോട്ടിവേറ്റഡ് ടു വർക്ക് ഹാർഡ്. കുറഞ്ഞ വേതനം എന്ത് ചെയ്യുന്നു, ആളുകളെ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു പ്രേരണ കുറയ്ക്കും. എത്ര അധ്വാനിച്ചാലും കുറഞ്ഞ വേതനം ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കഠിനാധ്വാനത്തെ അവർ എതിർക്കുമെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഈസ് വെൽഫെയർ സ്റ്റേറ്റ്സ് ഹെൽപ്പ് ബൈ പ്രൊവൈഡിങ് സപ്പോർട്ട് ഫോർ ലോ ഇൻകം പീപ്പിൾ. ക്ഷേമ സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ താഴ്ന്ന വരുമാനക്കാർക്ക് പിന്തുണ നൽകിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, ഈ ഒരു അവസ്ഥ സന്തുലിതമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗ്ലോബൽ ഇനിക്വാലിറ്റി, ആഗോള അസമത്വത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. Countries are also ranked based on wealth and power. In the past, they were divided into
സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്നത്. സമ്പത്തിൻ്റെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യത്തെയും റാങ്ക് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ അവയെ ഇങ്ങനെയാണ് വിഭജിച്ചത്. എങ്ങനെ? ഫസ്റ്റ് വേൾഡ് റിച്ച് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ലൈക്ക് ദ US, സെക്കൻഡ് വേൾഡ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ലൈക്ക് ദ USSR, തേർഡ് വേൾഡ് പുവർ കൺട്രീസ് ഇൻ ആഫ്രിക്ക, ഏഷ്യ ആൻഡ് ലാറ്റിൻ അമേരിക്ക. ആദ്യകാലങ്ങളിൽ തന്നെ സമ്പത്തിൻ്റെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങളെ റാങ്ക് ചെയ്തത് പോലും. അതൊരു ദേശീയ തരത്തിലുള്ള ഒരു ഇനിക്വാളിറ്റി, അസമത്വമാണ് കാണിക്കുന്നത്. ഒന്നാം ലോകം എന്ന് പറയുന്നത് US പോലുള്ള സമ്പന്ന മുതലാളിത്ത രാജ്യങ്ങളാണ്. രണ്ടാം ലോകം എന്നത് എന്താണ്? USSR പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. മൂന്നാം ലോകമോ ആഫ്രിക്കയും ഏഷ്യയും, നമ്മൾ ഉൾപ്പെടുന്ന ഏഷ്യയും അടക്കം ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ ദരിദ്ര രാജ്യങ്ങളാണ് എന്ത്? മൂന്നാം ലോകം എന്ന രീതിയിൽ ചേരികളാക്കി തിരിച്ചിട്ടുള്ള ഒരു ആഗോള അസമത്വവും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Today we use the term developed, rich and developing. Struggling nations, developed nations have strong industries, better education and longer life expectancy. Developing nations are still growing and trying to improve their economies. ഇന്ന് നമ്മൾ വികസിതര എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സമ്പന്നരും വികസിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. വികസിത രാജ്യങ്ങൾക്ക് ശക്തമായ വ്യവസായങ്ങളും മികച്ച വിദ്യാഭ്യാസവും ദീർഘായുസ്സുമുണ്ട്. വികസ്വര രാജ്യങ്ങൾക്ക് ഇപ്പോഴും വളരുകയും അവരുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI മെഷേഴ്സ് എ കൺട്രീസ് പ്രോഗ്രസ് ബേസ്ഡ് ഓൺ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം. ആരോഗ്യം, വിദ്യാഭ്യാസം, വരുമാനം എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള രാജ്യത്തിന്റെ പുരോഗതിയെ മാനവ വികസന സൂചിക അളക്കുന്നുണ്ട്. ആ അളവിന്റെ അടിസ്ഥാനത്തിലാണ് വികസ്വരം എന്നീ രീതിയിൽ തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് ഡിപ്പെൻഡൻസി തിയറിയെ കുറിച്ചാണ് പറയുന്നത്. ആശ്രിതത്വ സിദ്ധാന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. എക്കണോമിസ്റ്റ് Prebisch studied why poor countries stay poor. He found that rich countries take resources from poor countries. Rich countries turn these resources into expensive products and sell them back. സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പ്രബിഷ് ദരിദ്ര രാജ്യങ്ങൾ ദരിദ്രരായിട്ട് തന്നെ തുടരുന്നത് എന്തുകൊണ്ടാണെന്നതിനെ കുറിച്ചാണ് പഠിച്ചത്. സമ്പന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കോർ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന്, പെരിഫറൽ ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വിഭവങ്ങൾ എടുക്കുന്നതിനായിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയത്. അവർ സമ്പന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ദരിദ്ര രാജ്യങ്ങൾ അവരുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു. സമ്പന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ വിഭവങ്ങൾ വില കൂടിയ ഉൽപ്പന്നങ്ങളാക്കി തിരിച്ചു നൽകുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് വില കുറച്ച് അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയിട്ട് അത് പ്രൊഡക്റ്റാക്കി മാറ്റിയിട്ട് വലിയ വിലയ്ക്ക് നമ്മൾക്ക് തന്നെ വിൽക്കുകയാണ്. അത് നമ്മളതിൽ പെട്ടുപോവുകയാണ്. അങ്ങനെയാണ് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങൾ എന്നും വികസ്വര രാജ്യങ്ങളായിട്ട് തന്നെ നിൽക്കുന്നത്. Poor countries provide cheap labor and raw materials while rich countries stay in power. If poor countries resist, rich countries may impose trade restrictions, economic penalties, or even military force. This system keeps inequality in place. ദരിദ്ര രാജ്യങ്ങൾ വില കുറഞ്ഞ തൊഴിലാളികളും അസംസ്കൃത വസ്തുക്കളും നൽകുന്നുണ്ട്. സമ്പന്ന രാജ്യങ്ങൾ അധികാരത്തിൽ, ദരിദ്ര രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വില കുറഞ്ഞ തൊഴിലാളികളും അസംസ്കൃത വസ്തുക്കളും വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കളും നൽകുന്നു. സമ്പന്ന രാജ്യങ്ങൾ അധികാരത്തിൽ തുടരുകയാണ് ചെയ്യുന്നത്. ദരിദ്ര രാജ്യങ്ങൾ ചെറുത്തു നിൽക്കുകയാണെങ്കിൽ സമ്പന്ന രാജ്യങ്ങൾ വ്യാപാര നിയന്ത്രണങ്ങളോ സാമ്പത്തിക പിഴകളോ സൈനിക ശക്തിയോ അവരുടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏർപ്പെടുത്തുന്നുണ്ട്. ഈ സംവിധാനം എന്നും അസമത്വം നിലനിർത്താൻ കാരണമാകുന്നു. സമ്പന്ന രാജ്യങ്ങൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് വികസ്വര രാജ്യങ്ങൾ അല്ലെങ്കിൽ പാവപ്പെട്ട രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് അവരെ എതിർക്കുകയാണെങ്കിൽ അവർക്ക് മേൽ നിയമ നടപടികളാണ് അവർ സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലം കഴിയുന്തോറും അവരെന്നും പാവപ്പെട്ടവരായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 25.3 നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇനിക്വാലിറ്റി. നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇനിക്വാലിറ്റിയെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഒറിജിൻ ഓഫ് ഇനിക്വാലിറ്റി. ഇനിക്വാലിറ്റിയുടെ ഒറിജിൻ എവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ദിസ് ഐഡിയ ഇനിക്വാലിറ്റി ഇൻ സൊസൈറ്റി ഗോസ് ബാക്ക് ടു റൂസോ. ഹി സെഡ് പീപ്പിൾ വെർ ഈക്വൽ വെൻ they lived simply using animal skins for cloth and doing tasks alone. But when people started helping each other and collecting resources, work became നെസസറി ആൻഡ് ഇനിക്വാലിറ്റി ബിഗൻ. സമൂഹത്തിൽ അസമത്വത്തെക്കുറിച്ചുള്ള ആശയം റൂസോയിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. മൃഗത്തോലുകൾ വസ്ത്രങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയും ജോലികൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ലളിതമായി ജീവിക്കുമ്പോൾ ആളുകൾ തുല്യരാണെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കുമ്പോൾ എന്തായിരുന്നു? ആളുകൾ തുല്യരായിരുന്നു. എന്നാൽ ആളുകളെ പരസ്പരം സഹായിക്കാനും വിഭവങ്ങൾ ശേഖരിക്കാനും തുടങ്ങിയപ്പോഴാണ് ജോലി ആവശ്യമായിട്ട് വന്നത്. അന്നു മുതലാണ് അസമത്വം ആരംഭിച്ചത്. മറ്റൊരാൾ ജോലി എടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി, കാശിന് വേണ്ടിയിട്ട് തൻ്റെ അധ്വാനം
വിൽക്കുന്ന ഒരു അവസരം വന്നു തുടങ്ങിയപ്പോഴാണ് അസമത്വം ആരംഭിച്ചതെന്നാണ് റൂസോ പറഞ്ഞത്. റൂസോ 1759 ഡിസ്ക്രൈബ്ഡ് 2 types ഓഫ് ഇനിക്വാളിറ്റി, 2 തരത്തിലുള്ള ഇനിക്വാളിറ്റിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നാച്ചുറൽ ഇനിക്വാളിറ്റി ആൻഡ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇനിക്വാളിറ്റി. സ്വാഭാവിക അസമത്വവും ധാർമ്മികമോ രാഷ്ട്രീയമായിട്ടുള്ള അസമത്വം. നാച്ചുറൽ ഇനിക്വാളിറ്റി എന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ ഏജ്, ഹെൽത്ത്, സ്ട്രെങ്ത് ആൻഡ് ഇൻ്റലിജൻസ്. പ്രായവും ആരോഗ്യം, ശക്തി, ബുദ്ധി എന്നിവയുള്ള വ്യത്യാസങ്ങളാണ് സ്വാഭാവിക അസമത്വം എന്ന് പറയുന്നത്. പ്രായവും ആരോഗ്യം, ശക്തി, ബുദ്ധി അത് നാച്ചുറലാണ്, അത് സ്വാഭാവികമായിട്ട് എല്ലാ നാട്ടിലും ഉള്ളതാണ്. 2 പറയുന്നത് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇനിക്വാളിറ്റി, ഡിഫറൻസ് ഇൻ പവർ, സ്റ്റേറ്റസ് ആൻഡ് പ്രിവിലേജസ് ക്രിയേറ്റഡ് ബൈ സൊസൈറ്റി. സമൂഹം സൃഷ്ടിച്ച അധികാരവും പദവികൾ എന്നിവയിലെ വ്യത്യാസങ്ങളാണ് എന്തെന്ന് പറയുന്നത് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇനിക്വാളിറ്റിയിൽ പറയുന്നത്. ടോക്കിലെ വ്യൂസ്. അടുത്ത് പറഞ്ഞ ടോക്കിലയുടെ വ്യൂസിനെ കുറിച്ചാണ്. ടോക്കിലെ 1956 സെഡ് നാച്ചുറൽ ഇനിക്വാലിറ്റി ഈസ് ഹാർഡ് ടു റിമൂവ് ബട്ട് പീപ്പിൾ സ്റ്റിൽ ഡിസയർ ഇനിക്വാലിറ്റി. ഹി കമ്പയർഡ് 2 types ഓഫ് സൊസൈറ്റീസ്. ടോക്കിലെ പറഞ്ഞത് സ്വാഭാവിക അസമത്വം ഇല്ലാതാക്കാൻ പ്രയാസമാണ്, അതെല്ലാ നാട്ടിലും ഉള്ളതാണ്. സ്വാഭാവികമായിട്ടുള്ള പ്രായവും ആരോഗ്യം, ശക്തിയും ബുദ്ധിയൊക്കെ മാറ്റുക എന്നുള്ളത് എന്താണ് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആളുകൾ ഇപ്പോഴും സമത്വം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ 2 തരം സമൂഹങ്ങളെ അതെന്ത് ചെയ്യുന്നു താരതമ്യം. പക്ഷെ എന്ത് ചെയ്യുന്നു ആളുകൾ സമത്വം ആഗ്രഹിക്കുന്നുണ്ട്. 2 തരം സമൂഹങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. 1 അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റി, 2 ഡെമോക്രാറ്റിക് സൊസൈറ്റി. അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ റിജിഡ് സോഷ്യൽ ക്ലാസ്സസ് ലൈക്ക് ഓൾഡ് യൂറോപ്യൻ, കർക്കശമായ സാമൂഹിക ക്ലാസ്സുകളുള്ള ഒരു സമൂഹമാണ്. പഴയ യൂറോപ്പ് പോലെ കർക്കശമായ സാമൂഹികമായിട്ടുള്ള ക്ലാസ്സുകൾ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, കർഷകർ എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ നിലനിന്നിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വരാൻ സമൂഹം ആഗ്രഹിച്ചിരുന്നു. മറ്റൊന്ന് ഡെമോക്രാറ്റിക് സൊസൈറ്റി, പീപ്പിൾ ക്യാൻ മൂവ് ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസ്സസ് ലൈക്ക് ഇയർലി അമേരിക്ക. ഡെമോക്രാറ്റിക് സൊസൈറ്റി, ആളുകൾ സാമൂഹിക ക്ലാസ്സുകൾക്കിടയിൽ ആദ്യകാല അമേരിക്ക പോലെ നീങ്ങാൻ കഴിയും. സാമൂഹിക ക്ലാസ്സുകൾക്കിടയിൽ നീങ്ങാൻ കഴിയുന്ന ഒരു രീതി ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ക്ലാസ്സുകൾക്ക് മാറ്റം വരണം, ഭാവിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ താഴ്ന്ന ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർക്ക് മുതിർന്ന ക്ലാസ്സിലേക്ക് എത്താൻ കഴിയണം. അവർക്ക് പ്രഭുക്കന്മാരാകാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം ഭാവിയിൽ. പിന്നീട് അവർക്ക് നേട്ടങ്ങൾ കൈവരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുക. എല്ലാ കാലത്തും തൊഴിലാളികളായിട്ട് നിൽക്കാതെ മുതലാളിമാരാകാനുള്ള അവസരം കൂടി അവർക്ക് വേണം. ആ ഒരു നീങ്ങൽ കഴിവ്, അമേരിക്ക പോലെയുള്ള ആ ഒരു നീങ്ങൽ കഴിവ് വേണം എന്നാണ് പറയുന്നത്. ഈവൻ ദോ വെസ്റ്റേൺ സൊസൈറ്റി ബിലീവ്ഡ് ഇൻ ഇക്വാലിറ്റി, ഇറ്റ്സ് സിസ്റ്റം റിമൈൻസ് അൺഈക്വൽ. ടോക്വില്ലെ ബിലീവഡ് ദാറ്റ് ഓവർ ടൈം ഇക്വാലിറ്റി വുഡ് സ്പ്രെഡ് വേൾഡ് വൈഡ്. പാശ്ചാത്യ സമൂഹം സമത്വത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ പോലും അതിൻ്റെ വ്യവസ്ഥകൾ അസമമായിട്ട് തുടർന്നു. അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ല. കാലക്രമേണ സമത്വം ലോകമെമ്പാടും വ്യാപിക്കുമെന്ന് ടോക്കിലോ വിശ്വസിച്ചു. കാലങ്ങൾക്ക് ശേഷം സമത്വം ലോകമെമ്പാടും ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ബെറ്റേലി പെർസ്പെക്റ്റീവ്. അടുത്ത് പറയുന്നത് ബെറ്റേലിയുടെ പെർസ്പെക്റ്റീവ്സ് ആണ്. ബെറ്റേലി എക്സ്പാൻഡഡ് ഓൺ Tocqueville's ideas. He said no society is purely equal or hierarchical. Instead, society exists in moving balance between different forces. ടോക്വില്ലയുടെ ആശയങ്ങൾ ബെറ്റേലിയെ വിപുലീകരിക്കുകയാണ് ചെയ്തത്. ഒരു സമൂഹം തികച്ചും തുല്യമോ ശ്രേണിയോ ഉള്ളതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പകരം വ്യത്യസ്ത ശക്തികൾക്കിടയിൽ ചലിക്കുന്ന സന്തുലിതാവസ്ഥയിലാണ് സമൂഹങ്ങൾ നിലനിൽക്കുക. വ്യത്യസ്ത ശക്തികൾ വലിക്കുന്ന ഒരു സന്തുലിതാവസ്ഥയിൽ തൊഴിലാളിയും ഉടമയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സന്തുലിതാവസ്ഥയിലാണ് സമൂഹങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ബെറ്റേലി പറഞ്ഞത്. ഹി ഡിസ്ക്രൈബ്ഡ് 2 systems. അദ്ദേഹം 2 സിസ്റ്റംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹാർമോണിക് സിസ്റ്റം, സെക്കൻഡ് ഡിസ്ഹാർമോണിക് സിസ്റ്റം. ഹാർമോണിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി അക്സെപ്റ്റ്സ് ഹൈറാർക്കി ആസ് നാച്ചുറൽ ആൻഡ് ഫെയർ. സമൂഹം ശ്രേണിയും സ്വാഭാവികവും ന്യായവുമാണെന്ന് അംഗീകരിക്കുന്ന ആ ഒരു രീതി. ഇപ്പം നമ്മളിപ്പോൾ അത് ന്യായമാണെന്ന് വാദിക്കുന്ന ആൾക്കാർ. ഡിസ്ഹാർമോണിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി സപ്പോർട്ട്സ് ഈക്വാലിറ്റി ഇൻ തിയറി ബട്ട് പ്രാക്ടീസസ് ഇൻഇക്വാലിറ്റി ഇൻ റിയാലിറ്റി. സമൂഹം സിദ്ധാന്തത്തിൻ്റെ സമത്വത്തെ പിന്തുണയ്ക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ അസമത്വം ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 2 സിസ്റ്റമുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ 2 സിസ്റ്റത്തിലൂടെയാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവർ ന്യായമാണെന്ന് അംഗീകരിക്കുന്നു. മറ്റൊന്ന് എന്താണ്? സമത്വത്തെ പിന്തുണയ്ക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ അസമത്വത്തെ ഉപയോഗിച്ച് ഭരിച്ചു കൊണ്ടുപോകുന്നു എന്നാണ്. ഒരുവിധ കൂട്ടർ അതിനെ അംഗീകരിക്കുന്നുണ്ട്, മറ്റൊരു കൂട്ടർ എന്താണ് സാഹചര്യങ്ങൾ കൊണ്ട് മാറില്ല എന്നുള്ള ആ ഒരു രീതി കൊണ്ട് അതിനെ സാഹചര്യം കൊണ്ട് ജീവിച്ചു പോകുന്നു എന്നർത്ഥം വയ്ക്കാം.
Bettelli said the more people believed in inequality, the more they see inequality is real life. Bettelli പറഞ്ഞു എത്ര അധികം ആളുകൾ സമത്വത്തിൽ വിശ്വസിക്കുന്നുവോ അത്രയധികം ആളുകൾ യഥാർത്ഥ ജീവിതത്തിൽ അസമത്വം കാണുന്നു എന്നാണ് പറയുന്നത്. അതായത് natural versus social inequality. Natural differences like intelligence or physical ability do not become inequality until society judges them. For example, a blind child and a child with normal vision have different abilities, but inequality appears only when we compare their skills. ബുദ്ധിയോ ശാരീരിക ശേഷിയോ പോലെയുള്ള സ്വാഭാവിക വ്യത്യാസങ്ങൾ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഇനിക്വാളിറ്റി എന്നത് സമൂഹം വിധിക്കുന്നത് വരെ അസമമായിട്ട് മാറിയിട്ടില്ല. ഉദാഹരണത്തിന് അന്ധരായ കുട്ടിക്കും സാധാരണ കാഴ്ചയുള്ള കുട്ടിക്കും വ്യത്യസ്ത കഴിവുകളുണ്ട്. എന്നാൽ അവരുടെ കഴിവുകൾ താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് അസമത്വം പ്രത്യക്ഷമായത്. ജന്മന അതിലെ ശാരീരികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ അതൊരു അസമത്വമല്ല. അത് നമ്മൾ വേർതിരിച്ച് കാണുമ്പോൾ ഒരു കാഴ്ചയുള്ള കുട്ടിയും കാഴ്ചയില്ലാത്ത കുട്ടിയും നമ്മൾ വേർതിരിച്ച് കാണുമ്പോഴാണ് അവിടെ അസമത്വം രൂപപ്പെടുന്നതെന്നാണ് പറയുന്നത്. Natural inequality can lead to social inequality when it affects opportunities, privileges, or status. One example is the division of labor. Some jobs bring respect and power, while others lead to lower status and control. Natural inequality can lead to social inequality when it affects opportunities, privileges, or status. One example is the division of labor. Some jobs bring respect and power, while others lead to lower status and control. സ്വാഭാവിക അസമത്വം എന്നത് അവസരങ്ങളെയോ പദവികളെയോ ബാധിക്കുമ്പോൾ അത് സാമൂഹിക അസമത്വത്തിലേക്ക് നയിച്ചേക്കാം. ഒരു ഉദാഹരണമായിട്ട് തൊഴിൽ വിഭജനം എന്നത് ചില ജോലികൾ ബഹുമാനവും അധികാരവും കൊണ്ടുവരുന്നുണ്ട്, മറ്റുള്ളവ താഴ്ന്ന നിലയിലേക്കും നിയന്ത്രണത്തിലേക്കും നയിക്കുന്നു. തൊഴിൽ ജോലികൾ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്നുള്ളത് വലിയ നിലയിലേക്ക് എത്തുന്നു. ഫാക്ടറി തൊഴിലാളികൾ എന്നുള്ള രീതി ചെറിയ ഒരു താഴ്ന്ന നിലയിലേക്ക് നിയന്ത്രണത്തിലേക്കും എത്തും എന്നാണ്. സ്വാഭാവിക അസമത്വം അവസരങ്ങളെയോ പദവികളെയോ ബാധിക്കുമ്പോൾ സാമൂഹികമായിട്ടുള്ളത് അസമത്വത്തിലേക്കും നയിക്കും എന്നാണ് പറയുന്നത്. സ്വാഭാവിക അസമത്വം അവസരങ്ങളും പദവികളും ഇല്ലാതാക്കും. ഇപ്പോൾ കണ്ണ് കാണുന്ന ഒരാൾക്കും കണ്ണ് കാണാത്ത ഒരാൾക്കും തമ്മിൽ ജോലി കൊടുക്കുന്നതിലുള്ള വ്യത്യാസം ആലോചിച്ചാൽ മതി. സാമൂഹിക അസമത്വം എന്നത് എന്താണ്? അത് മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്. അവർക്ക് നല്ല വലിയ വലിയ ജോലികൾ എന്താണ്, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ പോലെ പ്രൊഫഷണൽ ജോലികളൊക്കെ വലുതും ഫാക്ടറി തൊഴിലാളികൾ എന്നത് ചെറുതുമായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഹെഡിങ് 25.4 മേജർ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ആണ്. മേജറായിട്ടുള്ള തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചാണ്, ഇനിക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. തിയറീസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ means dividing people into different levels based on wealth, status and power. There are three main ways to explain. സമ്പത്ത്, പദവി, അധികാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വിവിധ തലങ്ങളായിട്ട് വിഭജിക്കുക എന്നതാണ് സാമൂഹിക സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നത് വിശദീകരിക്കാൻ 3 പ്രധാനപ്പെട്ട വഴികളുണ്ട് എന്നാണ് പറയുന്നത്. 3 തരത്തിലുള്ള വഴികളാണ് ഇത് വിശദീകരിക്കുന്നത്. First one, functionalist perspective believes stratification is necessary. First one, functionalist perspective one. Society needs order and stability. People are ranked based on their contribution. Important jobs like doctors or leaders are given higher status and rewards. സമൂഹത്തിന് ക്രമയും സ്ഥിരതയും എന്താണ് ആവശ്യമാണ്. ആളുകൾ അവരുടെ സംഭാവനകൾ അടിസ്ഥാനമാക്കിയിട്ട് റാങ്ക് ചെയ്യുന്നത് സമൂഹത്തിന് ക്രമവും സ്ഥിരതയും ഉണ്ടാക്കാൻ സഹായിക്കും എന്നാണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. പ്രധാനപ്പെട്ട ജോലികൾക്ക്, അതായത് ഡോക്ടർമാരെ, നേതാക്കൾ, എഞ്ചിനീയർമാരെ പോലുള്ള ജോലികൾക്ക് ഉയർന്ന പദവിയും പ്രതിഫലവും നൽകുന്നത് അതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, എ ബിസിനസ് പേഴ്സൺ ഈസ് വാല്യൂഡ് ഇൻ എ സൊസൈറ്റി ദാസ് റിവാർഡ് സക്സസ്. എ സോൾജർ ഈസ് വാല്യൂഡ് ഇൻ സൊസൈറ്റി ദാറ്റ് റിവാർഡ് ബ്രേവറി. This ranking creates inequality, but functionalist believes it helps society functions properly. ഉദാഹരണത്തിന്, വിജയത്തിന് പ്രതിഫലം നൽകുന്ന ഒരു സമൂഹത്തിൽ ഒരു ബിസിനസ്സുകാരനെ എന്ത് ചെയ്യുന്നുണ്ട്, വില മതിക്കുന്നുണ്ട്. അത് അയാളുടെ വിജയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ധീരതയ്ക്ക് പ്രതിഫലം നൽകുന്ന ഒരു സമൂഹത്തിൽ ഒരു സൈനികൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഫലം വിലമതിക്കും. ധീരതയ്ക്കുള്ള പ്രതിഫലം നൽകുന്ന സൈനികന് മറ്റൊരു തലത്തിലും വിലമതിക്കുന്നുണ്ട്. ഒരാൾ വിജയത്തിനും ഒരാൾ ധീരതയ്ക്കുമാണ് പ്രതിഫലം വാങ്ങിക്കുന്നത്. ഈ റാങ്കിങ് എന്നത് അസമത്വം സൃഷ്ടിക്കുന്നുണ്ട്. ആയിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുമെന്നാണ് ഈ ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് ഈ അസമത്വം എന്നത് സമൂഹത്തിൽ ശരിയായിട്ട് പ്രവർത്തിക്കാനും സ്ഥിരത നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണെന്നാണ് അവർ പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, സെക്കൻഡ് പെർസ്പെക്റ്റീവ് പറയുന്നത് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. ബിലീവ് സ്ട്രാറ്റിഫിക്കേഷൻ കോസ് കോൺഫ്ലിക്റ്റ്.
സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 മെയിൻ ഗ്രൂപ്പ്സ്, റൂളിംഗ് ക്ലാസ്, വർക്കിംഗ് ക്ലാസ്. മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത് സൊസൈറ്റിയെ 2 തരത്തിലുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. റൂളിംഗ് ക്ലാസ് ഓൺസ് ലാൻഡ്, ഫാക്ടറീസ്, വെൽത്ത്, എല്ലാ വെൽത്തും ഫാക്ടറികളും കൈകാര്യം ചെയ്യുന്ന മുതലാളിമാരായിട്ടുള്ള ആൾക്കാർ. വർക്കിംഗ് ക്ലാസ് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ. ദിസ് റൂളിംഗ് ക്ലാസ് എക്സ്പ്ലോയിറ്റ്സ് വർക്കേഴ്സ് ബൈ പേയിങ് them less than what they produce. തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കുറഞ്ഞ കൂലി നൽകിയാണ് ഭരണവർഗം എന്ത് ചെയ്യുന്നത്, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതെന്നാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. വർക്കേഴ്സ് മേ ഇവഞ്ച്വലി റിയലൈസ് they are being treated unfairly and unity to fight for change. This conflict can lead to revolution where workers try to make control. തൊഴിലാളികൾ തങ്ങൾ അന്യായമായിട്ട് പെരുമാറുന്നുവെന്ന് മനസ്സിലാക്കുകയും മാറ്റത്തിനായിട്ട് പോരാടാൻ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഘർഷം വിപ്ലവത്തിലേക്ക് നയിച്ചേക്കാം. അവിടെ തൊഴിലാളികൾ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതായത് ഈ ഒരു മാറ്റം തങ്ങൾക്ക് മാന്യമായ വേതനം കിട്ടുന്നില്ല എന്നത് അവിടെ എന്ത് ചെയ്യുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. അവിടെ ഒരു റെവല്യൂഷൻ, ഒരു പോരാടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിപ്ലവത്തിലേക്ക് എന്ത് ചെയ്യും, അതിനെ നയിച്ചേക്കാം എന്നാണ് പറയുന്നത്. അടുത്ത പെർസ്പെക്റ്റീവ് വെബേറിയൻ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. വെബേറിയൻ ബിലീവ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് കോംപ്ലക്സ്. അദ്ദേഹം വിശ്വസിക്കുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്, കോംപ്ലക്സ് ആണ് എന്നാണ്. വെബർ ആർഗ്യൂ ദാറ്റ് മണി ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ആഡഡ് 2 more ഫാക്ടേഴ്സ്. വെബർ പറയുന്നത് മണി എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നാണ്, പണം പക്ഷേ ഇമ്പോർട്ടൻറ്റ് ബട്ട് ആഡഡ്, അതിനു കൂടെ 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് കൂടി അദ്ദേഹം കൂട്ടുന്നുണ്ട്. ഒന്ന് സ്റ്റാറ്റസ്, റെസ്പെക്റ്റ് ആൻഡ് ഹോണർ. മറ്റൊന്ന് പവർ, ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ. പൈസ പോലെ തന്നെ, മണിയെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2 ഫാക്ടേഴ്സാണ് സ്റ്റാറ്റസ്, പവർ എന്നുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. പീപ്പിൾ വിത്ത് സിമിലർ സ്റ്റാറ്റസ് ഫ്രം എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്സ് വിത്ത് സ്പെഷ്യൽ ലൈഫ് സ്റ്റൈൽ. സമാന പദവിയുള്ള ആളുകൾ പ്രത്യേക ജീവിത രീതികളുള്ള പ്രത്യേക രൂപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, റിച്ച് പേഴ്സൺ മേ നോട്ട് ഓൾവേസ് ഹാവ് ഹയർ സ്റ്റാറ്റസ് ആൻഡ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് മേ നോട്ട് ബി വെൽത്തി. ഉദാഹരണം, ഒരു ധനികന് എപ്പോഴും ഉയർന്ന പദവി ഉണ്ടായിരിക്കണമെന്നില്ല. ഒരു സമൂഹത്തിൽ ഉയർന്ന പദവി ഒരു ധനികന് ചിലപ്പോൾ ഉണ്ടായിരിക്കണം എന്നില്ല. അഴിമതിക്കാരനായ ഒരു വ്യവസായി ആയിരിക്കും അയാൾ. അതുകൊണ്ട് തന്നെ എന്തില്ല, അയാൾക്ക് സമൂഹത്തിൽ നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ ആദരണീയനായ ഒരു അധ്യാപകന് എന്തില്ല, സമ്പന്നനായിരിക്കില്ല. സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് ഒരു അധ്യാപകൻ, ഒരു ബഹുമാനിക്കപ്പെട്ട ഒരു അധ്യാപകൻ എന്ന് പറയാം. പക്ഷെ അയാൾക്ക് എന്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല, സമ്പത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത്. രാഷ്ട്രീയത്തിൽ നിന്നാണ് അധികാരം വരുന്നത്, പണം മാത്രം. രാഷ്ട്രീയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അധികാരം വരുന്നത്. പണത്തിൽ നിന്ന് എന്ത് വരുന്നില്ല, രാഷ്ട്രീയം വരുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒന്നുള്ളിടത്ത് ഒന്ന് ഉണ്ടാവില്ല. പക്ഷേ ഇത് 3നും എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. മെയിൻ ഡിഫറൻസ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ് 3 പെർസ്പെക്റ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഫങ്ഷണലിസ്റ്റ് സ്റ്റേറ്റ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നെസസറി ഫോർ സൊസൈറ്റി ടു വർക്ക്. ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത് സമൂഹത്തിന് പ്രവർത്തിക്കാൻ സ്ട്രാറ്റിഫിക്കേഷൻ ആവശ്യമാണെന്നാണ് പറയുന്നത്. മാർക്സിസ്റ്റ് സേ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് അൺഫെയർ ആൻഡ് ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. സ്ട്രാറ്റിഫിക്കേഷൻ അന്യായമാണെന്നും സംഘർഷത്തിലേക്ക് നയിക്കുമെന്നാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. വെബർ സേ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് അബൌട്ട് മണി, റെസ്പെക്റ്റ് ആൻഡ് പവർ കമ്പൈൻഡ്. ബഹുമാനവും അധികാരവും പണം എന്നിവയുടെ ഒരു സംയോജനമാണ് എന്ത്, സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് വെബറിന്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. Society is divided based on money, respect and power. Some think this is necessary while others think it causes unfairness and conflict. പണം, ബഹുമാനം, അധികാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹം വിഭജിക്കപ്പെടുന്നുണ്ട്. ചിലർ ഇത് ആവശ്യമാണെന്ന് കരുതുന്നു, എന്നാൽ മറ്റുള്ളവർ ഇത് അന്യായത്തിനും സംഘർഷത്തിനും കാരണമാകുന്നു എന്ന് കരുതുന്നു. 25.5 ദ ഡിബേറ്റ് ആണ്. ഡേവിസ് ആൻഡ് മൂറെ ഓൺ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഡേവിസ് ആൻഡ് മോറയുടെ കൺസെപ്റ്റാണ് പറയുന്നത്. ഡേവിസ് ആൻഡ് മോറെ ബിലീവ് ദ സോഷ്യൽ ഇൻഇക്വാലിറ്റി ഈസ് നെസസറി ബിക്കോസ് ഇറ്റ് മോട്ടിവേറ്റ്സ് പീപ്പിൾ ടു ടേക്ക് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ സൊസൈറ്റി. ദേ ആർഗ്യൂഡ് ദാറ്റ് സാമൂഹിക അസമത്വം എന്നത് ആവശ്യമാണെന്നാണ് ഡേവിഡും റോസും വിശ്വസിച്ചത്. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ് ഇവർ എന്ത് ചെയ്തത്, സപ്പോർട്ട് ചെയ്തത്. കാരണം അത് സമൂഹത്തിൻ്റെ പ്രധാന പങ്കുവഹിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു എന്നവർ വാദിച്ചു. സം ജോബ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് നീഡ് സ്പെഷ്യൽ സ്കിൽസ്. ചില ജോലികൾ കൂടുതൽ പ്രാധാന്യമുള്ളതും പ്രത്യേക വൈദഗ്ധ്യമുള്ളതും ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആ ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വേണം എന്നാണ്. ഒരു തൊഴിലാളിക്ക് ഡോക്ടറാകാൻ പറ്റുമോ? ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓൺലി ഫ്യൂ പീപ്പിൾ ഹാവ് ദ ടാലൻറ്റ് ഫോർ ദീസ് ജോബ്സ്.
ചില ജോലികൾക്കുള്ള കഴിവ് കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അവിടെ നിലനിൽക്കും എന്നാണ് അവർ പറഞ്ഞത്. ലേണിംഗ് ദീസ് സ്കിൽസ് ടേക്സ് ടൈം ആൻഡ് എഫേർട്സ്. ഈ കഴിവുകൾ പഠിക്കുന്നതിന് സമയവും പരിശ്രമവും ത്യാഗവും ആവശ്യമാണെന്ന് പറയുന്നത്. എന്തിന്? പ്രത്യേക വൈദഗ്ധ്യമുള്ള പ്രൊഫഷണൽ ജോലികൾക്ക്. ദിസ് റിവാർഡ്സ് ക്രിയേറ്റ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ബട്ട് ഓൾസോ കീപ് സൊസൈറ്റി ഫംഗ്ഷനിങ് വെൽ. ഈ കഴിവുകൾ, ഈ പ്രതിഫലങ്ങൾ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? സമൂഹത്തെ നന്നായിട്ട് പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് ടു മീൻസ് ക്രിറ്റിസിസം. ടു മീൻസിന്റെ ക്രിറ്റിസിസത്തെ കുറിച്ചാണ് അടുത്തത് പറയുന്നത് കേട്ടോ. ടൂമിൻസിന്റെ വിമർശനങ്ങൾ. ടൂമിൻസ് ഡിസഗ്രീഡ് വിത്ത് ഡേവിസ് ആൻഡ് മൂരെ. ഡേവിസ് ആൻഡ് മൂരീസിന്റെ ഈ ഒരു അഭിപ്രായത്തോട് എന്ത് ചെയ്യുന്നുണ്ട്? ടൂമിൻസ് വിദ്വേഷിക്കുന്നുണ്ട്. ഓൾ ജോബ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. എഞ്ചിനീയേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ബോത്ത് മാറ്റർ. ടാലൻറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ബട്ട് ഓപ്പർച്യൂണിറ്റീസ് ആർ മെനി ടാലൻറ്റഡ് പീപ്പിൾ നെവർ ഗെറ്റ് എ ചാൻസ്. എല്ലാ ജോലികളും പ്രധാനമാണെന്നാണ് ആര് പറയുന്നത്? ടുമിൻ പറയുന്നത് എന്താണ്? എല്ലാ ജോലികളും എന്താണ്? പ്രധാനമാണ്. ഉദാഹരണം എഞ്ചിനീയർമാരും ഫാക്ടറി തൊഴിലാളികളും എന്താണ്? പ്രധാനമാണെന്നാണ് പറയുന്നത്. കഴിവ് എന്തല്ല? പരിമിതമല്ല, എന്നാൽ അവസരങ്ങളാണ് പരിമിതം. അവർക്ക് അവസരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് അവരെന്ത് എഞ്ചിനീയർമാരായത്. അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഫാക്ടറി തൊഴിലാളികളായത്. പ്രതിഭാശാലികളായ പലർക്കും എന്ത് ചെയ്യുന്നില്ല? അവസരങ്ങൾ കിട്ടുന്നില്ല. സമൂഹത്തിൽ ഒരേ രീതിയിൽ നിങ്ങൾ അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രഗത്ഭരാകാൻ കഴിയും എന്നാണ് പറയുന്നത്. അവിടെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല എന്നാണ് ടൂമിൻസ് പറയുന്നത്. Training is not just always a sacrifice. Society often pays for it. People are motivated by more than money, such as job, certification and duty. പരിശീലനം എല്ലായ്പ്പോഴും എന്തല്ല? ത്യാഗമല്ല. സമൂഹം പലപ്പോഴും അതിന് പണം നൽകുന്നുണ്ട്. ജോലി, സംതൃപ്തി, കടമ തുടങ്ങിയ പണത്തേക്കാൾ കൂടുതൽ ആളുകളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ടുമിൻ ഓൾസോ സെഡ് ദാറ്റ് സ്ട്രാറ്റിഫിക്കേഷൻ ബ്ലോക്സ് ടാലന്റ് ബിക്കോസ് ദ റിച്ച് പാസ് ഡൗൺ ഓപ്പർച്യൂണിറ്റീസ് ടു ദെയർ ചിൽഡ്രൻ കീപ്പിംഗ് അതർ ഔട്ട്. ഡിബേറ്റ് ബിറ്റ്വീൻ ഡേവിസ് മൂരെ ആൻഡ് ടുമിൻ. ഡേവിസ് ആൻഡ് മൂരെ സെഡ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് യൂണിവേഴ്സൽ ആൻഡ് നെസസറി. സമ്പന്നർ തങ്ങളുടെ മക്കൾക്ക് അവസരങ്ങൾ കൈമാറുകയും മറ്റുള്ളവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതിനാൽ സ്ട്രാറ്റിഫിക്കേഷൻ കഴിവുകളെ തടയുന്നുവെന്ന് ടുമിൻ പറയുന്നു. അവസരങ്ങളാണ് എല്ലാവരും നിഷേധിക്കുന്നത്. സമ്പന്നർ എന്ത് ചെയ്തു? ക്യാഷ് കൊടുത്തും അവരുടെ സ്വാധീനം ഉപയോഗിച്ചും കഴിവുള്ളവരെ തട്ടി മാറ്റിയിട്ട് പണം കൊടുത്ത് തങ്ങളുടെ മക്കൾ അവിടെ നിലനിർത്തുന്നതിലൂടെ അങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസരങ്ങൾ അവർ തടഞ്ഞ് അവിടെ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നതെന്നാണ് ടുമിൻ പറയുന്നത്. ഡേവിസ് മൂർ, ടുമിൻ എന്നിവർ തമ്മിലുള്ള സംവാദത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ സാർവത്രികവും ആവശ്യമാണെന്ന് ഡേവിസും റൂമും പറയുന്നുണ്ട്. സ്ട്രാറ്റിഫിക്കേഷൻ സാർവത്രികം ആവശ്യമാണെന്നാണ് ഡേവിസും ടുമിനും ഉള്ള സംവാദത്തിൽ പറയുന്നത്. ബിറ്റ്വീൻ ഡേവിസ് മൂരെ ആൻഡ് ടുമിൻ ആണ് പറയുന്നത്. ഡേവിസ് മൂരെ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് യൂണിവേഴ്സൽ ആൻഡ് നെസസറി. സ്ട്രാറ്റിഫിക്കേഷൻ സാർവത്രിക ആവശ്യമാണെന്ന് ഡേവിസും മൂറും പറഞ്ഞു. They disagreed on whether social inequality is natural or created by society. In short, Davis and Moore saw inequality as a way to organize society, while Tumin saw it as unfair and limiting progress. അത് ആവശ്യമില്ലെന്നും ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആവശ്യമില്ലെന്നും മാറ്റാമെന്നും എന്താണ് ടുമിൻ പറഞ്ഞത്. ഇത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ടുമിൻ പറഞ്ഞു. സാമൂഹിക അസമത്വം സ്വാഭാവികമാണോ അതോ സമൂഹം സൃഷ്ടിച്ചതാണോ എന്ന കാര്യത്തിൽ അവർ എന്ത് ചെയ്തു? വിയോജിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡേവിസ് മൂറും അസമത്വത്തെ സമൂഹത്തെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കണ്ടു. അസമത്വത്തെ സമൂഹത്തെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കണ്ടു. അതേസമയം ടുമിൻ അതിനെ ന്യായരഹിതവും പരിമിതപ്പെടുത്തുന്ന പുരോഗതിയുമാണെന്ന് കണ്ടു. അസമത്വം എന്ന് എന്താണ്? ന്യായരഹിതവുമാണ്, അതുപോലെ തന്നെ പുരോഗതിയെ പരിമിതപ്പെടുത്തുന്നതുമാണെന്നാണ് ടുമിൻ കണ്ടത്. അടുത്ത നമ്മുടെ ഹെഡിങ് 25.6 ദ റൈസ് ഓഫ് മെറിറ്റോക്രസിയാണ്. മിക്കായൽ യങ് ഓൺ മെറിറ്റോക്രസിയെ കുറിച്ചാണ് ഇനി പറയുന്നത്. മൈക്കൽ യങ്ങിന്റെ മെറിറ്റോക്രസിയെ കുറിച്ചാണ് പറയുന്നത്. മൈക്കൽ യങ് imagined a future where everyone gets equal chances to succeed. The most talented people would get the best jobs and social status would be based on merit. The system is called a meritocracy. എല്ലാവർക്കും വിജയിക്കാൻ തുല്യ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് മൈക്കൽ യങ് അവതരിപ്പിച്ച ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാർക്ക് മികച്ച ജോലി ലഭിക്കും. കൂടാതെ സാമൂഹിക പദവിയും മെറിറ്റും കഴിവും പരിശ്രമവും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഈ ഒരു സമ്പ്രദായത്തെയാണ് മെറിറ്റോക്രസി എന്ന് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ചുണ്ടാതി
ഈക്വി, എല്ലാവർക്കും വിജയിക്കാൻ തുല്യ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ഭാവിയെ കുറിച്ചാണ് മൈക്കിൾ ലെങ് സങ്കല്പിച്ചത്. ഏറ്റവും പ്രഗത്ഭരായ ആളുകൾക്ക് മികച്ച ജോലി ലഭിക്കുമെന്നാണ് പറയുന്നത്. സാമൂഹിക പദവിയും മെറിറ്റും അടിസ്ഥാനപരമാക്കിയുള്ളതായിരിക്കണം ഈ ഒരു സമ്പ്രദായം എന്ന് പറയുന്നു. ഈ ഒരു സമ്പ്രദായത്തെയാണ് മെറിറ്റോക്രസി എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവരെയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് മെറിറ്റോക്രസി എന്ന് പറയുന്നത്. വൈ മെറിറ്റോക്രസി ഈസ് എ പ്രോബ്ലം? മെറിറ്റോക്രസി എന്നത് എന്തുകൊണ്ട് ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. യങ് സെഡ് would harm society because successful people would believe they are better than others. മെറിറ്റോക്രസി സമൂഹത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്ന് യുവാങ് പറഞ്ഞു. വിജയികളായിട്ടുള്ള ആളുകൾ തങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്ന് എന്ത് ചെയ്യും, വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഉയർച്ചയിലുള്ള ആൾക്കാരൊക്കെ തങ്ങൾ ഉന്നതരാണെന്നുള്ള ചിന്താഗതി പുലർത്തുന്നതോടുകൂടിയിട്ട് സമൂഹത്തിൽ അത് പ്രോബ്ലംസ് സൃഷ്ടിക്കുമെന്നാണ് യുവാങ് പറയുന്നത്. ഇൻ ദ പാസ്റ്റ് റിച്ച് ആൻഡ് പവർഫുൾ പീപ്പിൾ ഹാഡ് സം ഡൗട്ട് ബിക്കോസ് ദേ ന്യൂ ലക്ക് ആൻഡ് ഫാമിലി helped them succeed. In a meritocracy, the successful would feel 100% deserving, making the proud and unkind. മുൻകാലങ്ങളിൽ സമ്പന്നരും ശക്തരുമായിട്ട് ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഭാഗ്യവും കുടുംബവും അവരെ വിജയിക്കാൻ സഹായിക്കുമെന്ന് അറിയാമായിരുന്നു. ഒരു മെറിറ്റോക്രസിയിൽ വിജയിച്ചവർക്ക് 100% അർഹത അനുഭവപ്പെടും. അത് അവരെ അഭിമാനവും ദയയും ഇല്ലാത്തവരായിട്ട് മാറും. ഒരു മെറിറ്റോക്രസിയിൽ വിജയിച്ച ആൾക്കാർക്ക് എന്ത് പൂർണ്ണമായിട്ട് അവരുടെ ഒരു കഴിവിനനുസരിച്ച് വിജയിച്ചവർക്ക് എന്ത് ചെയ്തു, അർഹത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അവർക്ക് അഭിമാനവും ദയവും ഇല്ലാത്ത ഒരാളായിട്ട് അത് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അത് അവരെ അഭിമാനവും ദയയും ഇല്ലാത്തവരായിട്ട് മാറ്റും എന്നാണ് പറയുന്നത്. എഫക്ട്സ് ഓൺ സൊസൈറ്റി. Poorer people would feel worthless because they couldn't blame unfair system for their failure. They would think they deserve to be at the end bottom, leading to low confidence and sadness. തങ്ങളുടെ പരാജയത്തിന് അന്യായമായിട്ടുള്ള സംവിധാനങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയാത്തതിനാൽ എന്ത് ചെയ്യും, പാവപ്പെട്ട ആളുകൾക്ക് വിലയില്ലാത്തവരായിട്ട് അവർക്ക് തോന്നും. താഴ്ന്ന ആത്മവിശ്വാസത്തിലേക്കും സങ്കടത്തിലേക്കും നയിക്കുന്ന താഴെയായിട്ടിരിക്കാൻ തങ്ങൾ അർഹരാണെന്ന് അവർ സ്വയം കരുതുമെന്നാണ് പറയുന്നത്. This could cause anger and conflict between rich and poor. Jung warned that the meritocracy would not create fairness but would lead to division and disrespect. ഇത് പണക്കാരും ദരിദ്രനും തമ്മിലുള്ള ദേഷ്യത്തിനും കലഹത്തിനും ഇടയാക്കുന്നുണ്ട്. മെറിറ്റോക്രസി നീതിയെ സൃഷ്ടിക്കില്ലെന്നും ഭിന്നിപ്പിലേക്കും അനാദരവിലേക്കും നയിക്കുമെന്ന് യങ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് 25.7 കൺക്ലൂഷൻ ആണ്. ഓക്കെ, this unit explores difference and inequality in society. It explains what causes inequality and the difference between natural and social inequality. Sahlins identifies 3 types of stratification. Economic stratification is about control over production, distribution and consumption. ഈ യൂണിറ്റ് അന്വേഷണം ചെയ്യുന്നുണ്ട്. എന്താണ് അസമത്വത്തിന് കാരണമാകുന്നതെന്നും സ്വാഭാവികവും സാമൂഹികവുമായിട്ടുള്ള അസമത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഇത് വിശദീകരിക്കുന്നുണ്ട്. സഹ്ലിൻസ് 3 തരം വർഗീകരണങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. ഉൽപാദനം, വിതരണം, ഉപയോഗം. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയുടെ മേലുള്ള നിയന്ത്രണമാണ് സാമ്പത്തിക സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോഷ്യോ പൊളിറ്റിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ refers to power and authority to make rules and enforces them. Ceremonial stratification involves special access to religious or ritual activities. Simple societies have less stratification, while complex societies have many social classes based on wealth and power. സാമൂഹിക രാഷ്ട്രീയ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യോ പൊളിറ്റിക്കൽ സ്ട്രാറ്റിഫിക്കേഷനിൽ എന്നത് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരത്തെയും സൂചിപ്പിക്കുന്നു. ആചാരപരമായ സ്ട്രാറ്റിഫിക്കേഷൻ എന്നത്, അതായത് സെറിമോണിയൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നത് മതപരമോ ആചാരപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കുള്ള പ്രത്യേകമായിട്ടുള്ള പ്രവേശനത്തെയാണ് ഉൾപ്പെടുത്തുന്നത്. മതപരമായിട്ടുള്ള കാര്യങ്ങളിലും സ്ട്രാറ്റിഫിക്കേഷൻ ഉയർന്നവരും ബ്രാഹ്മൺസിനും കൂടുതൽ പദവിയും അതുപോലെ പദവി കുറഞ്ഞവർ മറ്റുള്ളവരും ഉണ്ടല്ലോ. പദവി കുറഞ്ഞ വർഗപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ശ്രേണികൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് ഈ ഒരു അടുത്തത് പറയുന്നത് ലളിതമായിട്ടുള്ള ലളിതമായിട്ടുള്ള സംഭവങ്ങൾക്ക് തരംതിരിവ് കുറവാണ്. അതേസമയം സമ്പൂർണമായിട്ടുള്ള സംഭവങ്ങൾ സിമ്പിൾ സൊസൈറ്റീസിന് എന്താണ്, സമൂഹങ്ങൾക്ക് തരംതിരിവ് കുറവാണ്. അതേസമയം കോംപ്ലക്സ് ആയിട്ടുള്ള സമൂഹങ്ങൾക്ക് സമ്പത്തിന്റെയും അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി സാമൂഹിക ക്ലാസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സിമ്പിൾ സൊസൈറ്റീസിലെ സ്ട്രാറ്റിഫിക്കേഷൻ വളരെ കുറവാണ്, കോംപ്ലക്സ് സൊസൈറ്റിയിലെ സ്ട്രാറ്റിഫിക്കേഷൻ വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്.
സ്മോൾ പോപ്പുലേഷൻ, കുറഞ്ഞ ജനസംഖ്യയുള്ള ആൾക്കാരാണ്. അതുപോലെ ചെറിയ ഹണ്ടിങ്ങും ഗാദറിങ്ങും അതുപോലെ സ്മോൾ സ്കെയിൽ ഫാമിംഗ് ഒക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ സിമ്പിൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് ലാർജ് പോപ്പുലേഷൻ ഉള്ള ആൾക്കാരാണ്. ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കോംപ്ലക്സ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. സിമ്പിൾ സൊസൈറ്റിയിൽ സ്ട്രാറ്റിഫിക്കേഷൻ കുറവായിരിക്കും, കോംപ്ലക്സ് സൊസൈറ്റിയിൽ എന്തായിരിക്കും, സ്ട്രാറ്റിഫിക്കേഷൻ കൂടുതലായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് അതോറിറ്റി to make rules and enforce them. Ceremonial stratification involves special access to religious or religion. അത് നമ്മളിപ്പോൾ പറഞ്ഞു. All societies have some levels of social inequality and completely equal societies exist only the theory. Since no society is truly equal, society inequality remains an important topic in sociology. എല്ലാ സമൂഹങ്ങൾക്കും സാമൂഹിക അസമത്വത്തിന്റെ ചില തലങ്ങളുണ്ട്. എല്ലാ സമൂഹത്തിലും എന്തുണ്ട്, സാമൂഹിക അസമത്വങ്ങളുണ്ട്. പൂർണ്ണമായിട്ടും തുല്യ സമൂഹങ്ങൾ എന്നത് സിദ്ധാന്തത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ്. അത് ഇതുവരെ ലോകത്ത് എവിടെയും രൂപപ്പെട്ടിട്ടില്ല. ഒരു സമൂഹം യഥാർത്ഥത്തിൽ തുല്യരല്ലാത്തതിനാൽ സാമൂഹിക അസമത്വം സമൂഹശാസ്ത്രത്തിലെ ഒരു പ്രധാന വിഷയമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ്. സാമൂഹിക അസമത്വത്തെ കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള അസമത്വത്തെ കുറിച്ചും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അതിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കൂടെ നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റി, അത് നമ്മൾ പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഇൻഇക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി, അതും നമ്മൾ പറഞ്ഞതാണ്. തിയററ്റിക്കൽ അപ്രോച്ചസ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ഇൻഇക്വാളിറ്റി. ഓക്കെ, തിയറീസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.